പ്രിയമുള്ളവർ, എൻ്റെ ഒരു യൂത്ത് മിനിസ്ട്രിയുടെ ഒരു ജേണിയിൽ ഞാൻ ചെറുപ്പക്കാരോട് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ളൊരു കാരണം, നിങ്ങൾ ഭയങ്കര ഹൈലി പൊട്ടൻഷ്യലായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിഞ്ഞുകൂടാത്ത ഒരു സാധ്യത നിങ്ങളിലുണ്ട്. നിങ്ങൾക്ക് അപാരമായ എനർജി ഉള്ളവരാണ്, അപാര ക്രിയേറ്റീവാണ്, നിങ്ങൾ അപാരമായ നന്മകൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷേ തിന്മ പലപ്പോഴും അതിനെന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. യൂറോപ്പിൽ 23 രാജ്യങ്ങളുടെ യാത്രയും ഇന്ന് എനിക്ക് പറയാൻ പറ്റും എന്ത് രസമായിട്ട് യൂത്ത് മിനിസ്റ്റർ ചെയ്യണമെന്നറിയാം. ഇപ്പം ജർമ്മനിയിലൊക്കെ അടുത്ത കാലത്ത് ഒരുപാട് ചെറുപ്പക്കാർ ജർമ്മനിയിൽ വന്നിട്ടുണ്ട്, അയർലൻഡ്, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ. യുവജനങ്ങൾ ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണത് നമുക്ക് അത്ഭുതം തോന്നും. വളരെ ക്രിയേറ്റീവായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് എന്തോരം കാര്യങ്ങളാണ് ചെയ്യണമെന്ന് അറിയാം. ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ പിശാച് എന്ത് ചെയ്യും? നമ്മുടെ സമയവും ഊർജവും എടുത്തുപയോഗിക്കും. നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം പടിവാതിൽക്കൽ പതിയിരിപ്പുണ്ടെന്ന് ദൈവം ആരോടെ പറഞ്ഞേ? എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ അങ്ങടെ ക്ലിയർ ആവണില്ല. അത് പത്രോസാണോ? നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം പടിവാതിൽക്കൽ പതിയിരിപ്പുണ്ടെന്നുള്ളത് പുതിയ നിയമമാണോ പഴയ നിയമമാണോ? ഞാനൊരു കുടുംബ യൂണിറ്റ് ചെന്നപ്പോൾ ഇങ്ങനെ വചനപ്പെട്ടി പാസ് ചെയ്യുക. ഒരു ചേച്ചി വചനം എടുത്തിട്ട് പറഞ്ഞു സഭ 2:12, അടുത്ത ചേച്ചി സുഭ 3:17, അടുത്ത ചേച്ചി പ്രഭ 6:13. സഭ, സുഭ, പ്രഭ. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ചിരി വന്ന ഇതാണ്, ഞാനിങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുക. അപ്പോൾ കുടുംബ യൂണിറ്റ് പ്രസിഡന്റ് മൈക്കെടുത്ത് പറയാ, മത്തായി 12:13. ബൈബിളെ വായിക്കണം കേട്ടോ. അതിൽ പണ്ട് മറ്റേ കൊച്ച് നല്ല സമറായക്കാരൻ്റെ ഉപമ പറഞ്ഞ പോലെ ഇരിക്കും. ഇൻസ്പെക്ഷന് കാറ്റഗിസം ഡയറക്ടർ എന്നപ്പോൾ കൊച്ചു പറഞ്ഞില്ലേ, ഒരുത്തന് ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര പോയി. പോണ വഴിക്ക് അവനെ കള്ളന്മാര് പിടികൂടി, പൊതിരി അങ്ങോട്ട് തല്ലിയച്ചാ. കരാട്ടയാണോ കുങ്ഫു ആണോ ജൂഡയാണോ എന്നറിയത്തില്ല. തല്ലി അവരെ അങ്ങോട്ട് കൊന്നു. അച്ഛനിങ്ങനെ പകച്ചു നിൽക്കുക. അവനെ കഷ്ണം കഷ്ണാക്കി നുറുക്കി ഈ കൊട്ടകളിൽ കഷ്ണങ്ങൾ പകർത്തി. എന്നിട്ട് അവർ വിതയ്ക്കാൻ തുടങ്ങി. കുറേ കഷ്ണങ്ങൾ പോയി മുൾച്ചെടികൾക്കിടയിൽ വീണു, കുറേ കഷ്ണങ്ങൾ പാറപ്പുറത്ത് വീണു. നല്ല നിലത്ത് വീണ കഷ്ണങ്ങൾ 100, 60, 30 മേനി ഫലം പുറപ്പെടുവിച്ചു. തീർന്നില്ല ഫാദർ, ബാക്കി വന്നത് 12 കൂട്ടം നിറയെ ശേഖരിച്ചു. അപ്പോൾ വചനം ഞാൻ പറയാം, ഉൽപ്പത്തി പുസ്തകത്തിലാണ്. കായേനോടാണ് ദൈവം പറയുന്നത്, നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം അമേരിക്കയിലല്ല പടിവാതിൽക്കൽ പതിയിരിപ്പുണ്ട്.